യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവൻ 2021 നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. 2021 ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ വരവേൽക്കുന്നത്. 2020 കൊറോണ നമ്മളെ ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അത് ബാധിച്ചിട്ടുണ്ട്. When life change to be harder, change yourself to be stronger. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് ജീവിത പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തിയോടുകൂടിയാണ് നമ്മൾ 2021 കടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊറോണ വിതച്ച ജീവിതത്തിന്റെ അസ്വസ്ഥതകളും വേദനകളും വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ തകരില്ല, തളരില്ല എന്ന ഉറപ്പോടുകൂടെ നമ്മൾ 2021 കടന്നിരിക്കുക. ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, വേദനകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും. എന്നാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? ദാറ്റ് മാറ്റേഴ്സ്. ലൈഫ് ഈസ് an endless struggle and when you stop struggling you are finished. ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളിന്റെ പേരാണ്. ആ സ്ട്രഗിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ അതിജീവിക്കുന്നു എന്നുള്ളതാ ജീവിതം. The struggle that you are in today is developing the strength you need for tomorrow. തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് കേട്ടിട്ടില്ലേ? എന്നതുപോലെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അത് നമ്മളെ കൂടുതൽ കരുത്തന്മാരാക്കി മാറ്റുകയാണ്. തളരാതെ തകരാതെ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഒരിക്കലും ഒരു കുട്ടി, അവൻ നല്ലൊരു ഓട്ടക്കാരനാണ്, പലപ്പോഴായിട്ടും അവൻ പരാജയപ്പെടുന്നു. അവൻ്റെ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ പറഞ്ഞു, ഇനി ഞാൻ ഓടാനില്ല, ഞാൻ പലപ്പോഴും പരാജയപ്പെടുകയാണ്. ടീച്ചർ അവനെ തിരമാലകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി തിരമാലകളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ എത്ര തിരമാലകളാണ് ഓരോന്നായി മരണമടയുന്നത്. എന്നാൽ അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല, അടുത്തതായിട്ട് അത് പുനർജനിക്കുകയാണ്. പിന്നീട് അവൻ പറഞ്ഞു, ഇനി ഞാൻ തുടങ്ങുകയാണ് ജയിക്കുവാൻ വേണ്ടി. Difficulties doesn't mean it's impossible. It only means that you have to work hard. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കീഴടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നതാണ് നമ്മുടെ തോൽവിക്ക് കാരണം. വിൽ പവർ ഉണ്ടെങ്കിൽ, മാനസിക ധൈര്യമുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ എന്തിനേയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഒരിക്കൽ അട്ടപ്പാടി സന്ദർശിക്കുവാനായിട്ട് വന്നപ്പോൾ ഞങ്ങളൊക്കെ കാണാനായിട്ട് പോയിരുന്നു. അന്ന് ഓട്ടോഗ്രാഫായിട്ട് ഞങ്ങൾക്ക് എഴുതി തന്നൊരു വാചകമുണ്ട്, ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻടു തോട്ട്സ് ആൻഡ് തോട്ട്സ് ഇൻടു ആക്ഷൻ. സ്വപ്നം കാണുക. അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം നമുക്കൊക്കെ ഊർജം പകരുന്നതായിരുന്നു. If you have a dream and if you have a strong purpose in life, you don't have to be paused. Your passion will drive you there. സ്വപ്നം കാണുക. ആ കണ്ട സ്വപ്നത്തെ പ്രവൃത്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുക. പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെ പ്രസിഡന്റ് മാർട്ടിൻ ലൂതർ കിങ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, ഇഫ് യു കാൻ റൺ വാക്ക് ആൻഡ് ഇഫ് യു കാൻ വാക്ക് ക്രൗൾ. ജീവിതത്തിൽ ഒരിക്കലും നിൽക്കരുത്, നിലയ്ക്കരുത്, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികൾ, ജീവിതത്തിലെ രോഗങ്ങൾ, വേദനകൾ ഒക്കെ നമ്മളെ തളർത്തുവാനായിട്ട് വരുമ്പോൾ അതിന് മുമ്പിൽ തകരാതെ തളരാതെ മുന്നോട്ട് പോകുവാനായിട്ടാവണം. പ്രോബ്ലംസ് ആർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും അത് അവസരങ്ങളായിട്ട് കാണുമ്പോൾ അതിൽ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ 2021 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിജയത്തിന്റെ വർഷമായിരിക്കട്ടെ. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വേദനകൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു വർഷം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.